സംഭവമായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ IAS പഠിപ്പിച്ചോ, IPS പഠിപ്പിച്ചോ, IFS പഠിപ്പിച്ചോ, IRS പഠിപ്പിച്ചോ, ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയറാക്കിക്കോ, വക്കീലാക്കിക്കോ, ജഡ്ജാക്കിക്കോ, സയന്റിസ്റ്റ് ആക്കിക്കോ, ആര് വേണമെങ്കിലും ആക്കിക്കോ, കുഴപ്പമില്ല. അതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷേ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നിന്റെ ചങ്കിലേക്ക് കഠാര കയറ്റുന്നത് മോനാണ്. ഉമ്മ, നിന്റെ നെഞ്ചത്തേക്ക് കറ്റുകുത്തി ഇറക്കുന്നത് നിന്റെ പൊന്നുമോനാണ്. IAS പഠിപ്പിക്കണ കോളേജിലൊന്നും ബാപ്പാനെ ബഹുമാനിക്കണം എന്നൊരു ശാഖ പോലും പഠിപ്പിക്കണില്ല. ഉമ്മാനെ ബഹുമാനിക്കണം എന്ന് IPS MBBS BTech MTech. അത് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്, അത് പഠിപ്പിക്കുന്നത് പള്ളി ദർസിന്നാണ്. നിങ്ങളുടെ മക്കളെ ഇൽമു പഠിപ്പിക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ പിന്നോട്ട് പോകണ്ടാട്ടോ. ഇവിടെ വന്നപ്പോ ഞാനൊരു കുട്ടിനെ കണ്ടു. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എത്രയിലാ? ഞാൻ 10ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കാൻ. അൽഹംദുലില്ലാ, നാട്ടുകാരനായ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാ, പഠിക്കുന്നു. അൽഹംദുലില്ലാ, അങ്ങനത്തെ മക്കളുണ്ടാവട്ടെ. ഈ മദ്രസയിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോനെ, നിന്റെ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് നിനക്കുള്ള സ്വർഗം. നിന്റെ ബാപ്പയും ഉമ്മയും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാലും വലാ തഖുൽ ലഹുമാ ഉഫിൻ, ചേ എന്നൊരു വാക്കുപോലും അവരോട് പറയരുത് കേട്ടോ. നിന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ് നായരായാലും മുസ്ലിമായാലും നമ്പൂരി ആയാലും ക്രിസ്ത്യാനി ആയാലും ഉസ്താദാണ്, അധ്യാപകനാണ്. മൻ തഅല്ലമ ഹർഫൻ ഫഹുവ മൗല, ഒരക്ഷരം നിനക്ക് പഠിപ്പിച്ചു തന്നവനൊക്കെ നിന്റെ ഗുരുനാഥനാണ്. അവനെ ബഹുമാനിക്കണം കേട്ടോ. പഠിപ്പിക്കുന്നത് മദ്രസയിന്നാണ്, പള്ളി ദർസിന്നാണ്. ഇത് പഠിപ്പിക്കാത്തിടത്തോളം കാലം, ഈ വിദ്യാഭ്യാസം ലോകത്ത് നൽകാത്തിടത്തോളം കാലം ഇവിടെ മയക്കമരുന്നിന് വേഗത കൂടും, ഇവിടെ കള്ളിന് വേഗത കൂടും, ഇവിടെ കഞ്ചാവിന് അഡിക്റ്റുകളാകും, ആളുകളൊക്കെ വഴിപിടിച്ചു പോകും. അതുകൊണ്ട് മതവിദ്യാഭ്യാസം പഠിപ്പിക്കലല്ലാതെ അതിന് മറ്റൊരു മരുന്നുമില്ല. ഇന്ന് ഭൗതികത്തിന്റെ പിന്നാലെയാ നമ്മളും നമ്മുടെ മക്കളൊക്കെ. നമുക്കിവിടുത്തെ ജീവിതം ഒരു ദിവസമാണെങ്കിലും അടിച്ചങ്ങ് പൊളിക്കണം. അതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ട്രെൻഡ്. എന്താണെന്ന് പറയോ? ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളിടത്താണ്. അങ്ങനത്തെ ഒരു ലൈഫല്ല നമുക്ക് വേണ്ടത്. ഒരു ദിവസം ജീവിക്കുകയാണെങ്കിലും വളരെ മര്യാദക്കാരനായി, വളരെ അച്ചടക്കമുള്ളവരായി നമ്മൾ ജീവിക്കണമെങ്കിൽ മതവിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം മോനെ. ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ 26-30 താഴെ കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു പള്ളി ദർസ് ഇവിടെ നമ്മുടെ ആദം ഹസനി ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരെത്ര ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ വിചാരിച്ചത്. നോക്ക്, ഒരു മുത്തഅല്ലിമിന്റെ പവർ എന്താ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ തലേക്കെട്ട് കെട്ടിയിരിക്കുന്ന ഒരു മുത്തഅല്ലിമുണ്ടല്ലോ, ഓന്റെ പവർ എത്രയെന്നറിയോ? റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുത്തഅല്ലിം വെറുതെ ഒരു ഖബറിന്റെ അരികിലൂടെ ഒന്നും ഇങ്ങനെ നടന്നു പോയി നോക്കുക. അയാൾ യാസീൻ ഓതണ്ട, ദ്വാരക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആ ഖബറിന്റെ അരികിലൂടെ ഒരു മുത്തഅല്ലിം നടന്നു പോയാൽ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസത്തെ അദാബ്, ആ ഖബറിൽ അദാബ് അനുഭവിക്കുന്നവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളവളുണ്ടെങ്കിൽ 40 ദിവസത്തെ അദാബ് ആ ഖബറിൽ നിന്ന് അല്ലാഹു മാറ്റും. അത് 40 കൊല്ലത്തെ എന്ന് പറഞ്ഞു.